back to channel Crazy Girl. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കിംഗ് വീഡിയോ. എന്തുവായി മങ്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ്? സാൻഡ്വിച്ച്. ഓക്കെ, അപ്പം നമുക്കിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കിഡ്സിനെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സാൻഡ്വിച്ച് റെസിപ്പി അല്ലേ? അയ്മക്കും അയാനും എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാൻഡ്വിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ചിക്കൻ സാൻഡ്വിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഒരു കപ്പിൽ ക്യാബേജ് ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, പിന്നെ ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ സോൾട്ട്, അതുപോലെ തന്നെ പേപ്പർ പൗഡർ, പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് വേണം. പിന്നെ ചീസി സോസ്, അത് മസ്റ്റല്ല, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ മയോണൈസ്, അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള സാധനം. പിന്നെ ഇനി നമ്മൾ ഒരു നല്ല ബൗളെടുത്ത് അതിലേക്ക് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ചിക്കൻ മിക്സ്, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നല്ലപോലെ എല്ലാം കൂടെ യോജിപ്പിക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇച്ചിരി എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ ഉപ്പ് അവിടെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കിടക്കും, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഇതാവും. അപ്പം അതിനുശേഷം മയോണൈസ് അത്യാവശ്യം നല്ലൊരു പേസ്റ്റിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ ചേർക്കുക. പിന്നെ ഈ ചീസി സോസ് ഉള്ളതുകൊണ്ട് അതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റിൻ്റെ ഫോമിലേക്ക് ആക്കിയെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് സ്ട്രക്ചറിൽ ആക്കിയെടുക്കുക. അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് ഫോമിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ബ്രെഡാണ്. ബ്രെഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പവും കുറച്ച് കട്ടിയുള്ള ബ്രെഡാവണം. അതുകൊണ്ട് ഞാനിപ്പോൾ എലൈറ്റിൻ്റെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞാൻ 2 സാൻഡ്വിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അതിൽ ഓരോ സ്ലൈസ്, അതായത് നേരെ വെച്ചിട്ട് അതിൽ ഓരോ സ്ലൈസിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. രണ്ടിലും നന്നായിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ സ്ലൈസിലെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് അകത്തേക്കാക്കി വെച്ച് കൊടുക്കുക. രണ്ടും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പാൻ എടുത്തിട്ട് വെച്ച് ഫ്ലെയിം കത്തിക്കുക. എന്നിട്ട് പാനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്കൊരു പീസ് ബട്ടർ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടറൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാനിലേക്ക്. അതിനുശേഷം ആ ബട്ടറൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 സാൻഡ്വിച്ചും അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പീസ് ബട്ടറും കൂടെ ഈ 2 സാൻഡ്വിച്ചിൻ്റെയും പുറത്തേക്ക് ഓരോ പീസ് ബട്ടറും കൂടെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഈ ടോസ്റ്റ് ചെയ്യാതെയും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ടോസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്, അതായത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോളും, നല്ല ടേസ്റ്റും ആയിരിക്കും. ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. പിന്നെ ടോസ്റ്റ് ചെയ്യാതെ കൊടുത്താലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും, കാരണം ഒരു ബ്രെഡിൻ്റെ ഒരു ചുവയായിരിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം, കാരണം ആ ബട്ടർ ഫുള്ള് സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടത് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് സെർവ്. അതിനുശേഷം നമ്മൾ ആ സാൻഡ്വിച്ചിനെ ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്യുക. 2 സാൻഡ്വിച്ചിനെയും ക്രോസായിട്ട് കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ട് പറ്റിയൊരു സ്നാക്കാണ്. അപ്പം നമുക്കിനി ഇപ്പോൾ ഇത് അയിമാക്കും അയനൊക്കെ കൊടുത്ത് നോക്കാം. എങ്ങനെ ഉണ്ടായിമ? സൂപ്പർ.
ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.